ബിഗ് ബോസ് ഹൗസിലേക്ക് ഓണസദ്യ എത്തിക്കഴിഞ്ഞു. നല്ലൊരു അടിപൊളി പാട്ടോടുകൂടി മെയിൻ ഡോറ് തുറന്നിട്ടാണ് ഓണസദ്യയുമായിട്ട് അവരുടെ ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഹൗസിലെ ജോലിക്കാരാന്ന് തോന്നുന്നു അവർ വന്നത്. 400ഓളം പിന്നണിയിൽ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞ അവർക്ക് ഇതൊക്കെ ആയിരിക്കും ജോലി പാവങ്ങൾ. അപ്പോൾ അവരാണ് കൊണ്ടുവന്നത്. പാട്ടോട് കൂടിയാണ് കൊണ്ടുവന്നത്. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചു. എല്ലാവരും ഓടി. നല്ല ഇലയും നല്ല മലയാളിത്തത്തിൻ്റെ ഒരു ഓണസദ്യ തന്നെയാണ് കണ്ടസ്റ്റൻറ്റുകൾക്ക് കിട്ടിയത് കേട്ടോ. നമ്മളെ വീട്ടിൽ അവരുടെയൊക്കെ വീട്ടുകാരിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം എല്ലാവരും ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. നല്ല അടിപൊളി ഓണസദ്യയാണ്. എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു കുറേ തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടെന്ന്. എരിശ്ശേരി, അവിയൽ, തോരൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഓണസദ്യ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പഴം, അതേപോലെ ചിപ്സ്, ബനാന ചിപ്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പായസം, പുളിശ്ശേരി, പച്ചടി, കിച്ചടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളോട് ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഓണസദ്യയാണ് അവർക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇലയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊണ്ടുവന്ന് ടേബിളിൽ തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ടേബിളിൽ 17 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ 21 പേരുണ്ടല്ലോ ബാക്കിയുള്ള. അപ്പോൾ കിച്ചൺ ടീം, അപ്പോൾ ഈ വിളമ്പാൻ ആദ്യം അനുമോളാണ്. വിളമ്പാൻ അനുമോളും അങ്ങനെയുള്ള കുറേ ആൾക്കാർ വിളമ്പാനായിട്ട് നോക്കി. പക്ഷേ ഉടനെ തന്നെ കിച്ചൺ ടീം നേരത്തെ തൊട്ട് ശൈത്യ ഓണസദ്യ വരുമ്പോൾ വിളമ്പാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവർ ശൈത്യ ടോപ്പാണെന്ന് വിചാരിച്ചാണല്ലോ ഹൗസിലുള്ളവർ വലിയ ശൈത്യൻ്റെ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശൈത്യ വിളമ്പാനായിട്ട് തയ്യാറെടുത്തു. അപ്പം അനുമോൾ വിളമ്പാൻ തയ്യാറെടുത്തത് ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ 21 പേര് കിച്ചൺ ടീം മാത്രം വിളമ്പിയാൽ മതി എന്നുള്ളൊരിതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അനുമോൾ അവിടെ ഇരുന്നു. അങ്ങനെ ബാക്കിയവർ കിച്ചൺ ടീം 5 പേരും കൂടി ചേർന്ന് വിളമ്പുന്നു. ജിസേൽ, ശൈത്യ, അതുപോലെ ഒനിയൽ, ആര്യൻ, റെന ഇരുന്നെന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഇത്രയും പേരാണ് വിളമ്പിയത്. പിന്നെ അതേപോലെ തന്നെ ബാലൻസ് ഉള്ളത് ഇപ്പം കുറേ സാധനങ്ങളൂടി എനിക്ക് തോന്നുന്നു ചോറൊന്നും കുറച്ച് കുറവായിരുന്നു തോന്നുന്നു. അപ്പോൾ ചോറൊക്കെ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. കാരണം സദ്യയല്ലേ, എല്ലാവർക്കും ചോറ് ചിലപ്പോൾ തികയാതെ വരുമല്ലോ. അപ്പോൾ അത് ചോറ് വീണ്ടും സ്റ്റോർ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറും സാധനങ്ങളും സാമ്പാറും പുളിശ്ശേരിയും പച്ചമോരും പിന്നെ കിച്ചടിയും പച്ചടിയും എല്ലാ സാധനങ്ങളും എനിക്ക് തോന്നുന്നു കുറേ ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം ഞാനൊക്കെ 16 ഓണസദ്യയിൽ 16 വിഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ, കാരണം എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഇല നിറച്ച് ഇങ്ങനെ ഓരോരോ തൊടുകറികൾ എല്ലാം വേണമല്ലോ. ഇഞ്ചി, കടുകുമാങ്ങ, അതുപോലെ തന്നെ നാരങ്ങ, പച്ചടി, കിച്ചടി, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി. കൂട്ടുകറി, അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, അപ്പോൾ അതുപോലെ തന്നെ നല്ല പരിപ്പ്, പപ്പടം, ഇതെല്ലാം തന്നെയുള്ള നല്ല അടിപൊളി ഓണസദ്യയാണ് ബിഗ് ബോസ് അവർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കട്ടെ. ഈ അടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരും സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി അന്നത്തെ ദിവസമെങ്കിലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരുന്നു നമുക്ക് കാണാനൊരാഗ്രഹം. പക്ഷേ അത് അത്രയ്ക്കൊരു ഹാപ്പിനെസ് എനിക്കിവിടെ ഫീൽ ചെയ്തില്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും മുഖം ഒരുമാതിരി കടന്തൽ കുത്തിയ പോലെ ഇരിക്കുന്നു. പച്ചടി വിളമ്പിക്കൊണ്ട് വന്ന ശൈത്യം എല്ലാവർക്കും വിളമ്പി അനുമോളിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെ വിളമ്പങ്ങ് നിർത്തി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ടിരുന്ന് അതൊന്ന് വിളമ്പുന്നതൊന്ന് നോക്കാൻ. പക്ഷേ ശൈത്യ അത് അവിടെ വെച്ചിട്ടങ്ങ് പോയി. അനുമോളുടെ തൊട്ടടുത്ത് ബിന്നിക്ക് വരെ ശൈത്യ പച്ചടി വിളമ്പി. പക്ഷേ അനുമോൾക്ക് വിളമ്പിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പം എന്തായാലും ഓണസദ്യ എല്ലാവരും സന്തോഷമായിട്ട് കഴിക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് അടിയും വഴക്കൊന്നുമില്ലാതെ നല്ല ഹാപ്പിനെസ്സായിട്ട് എല്ലാവരും ഇരിക്കട്ടെ. അവരുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഹാപ്പിനെസ്സായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.